തിരിച്ചെത്തി സന്തോഷവാർത്ത എല്ലാവരും അറിയിക്കുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തിയതുമ്പോ പെരുന്നലോളി. അപ്പൊ വിചാരിക്കേണ്ട ഉപ്പന്റെ അടുത്ത് ഇങ്ങോട്ട് പോകുന്നോണ്ടാണ്. കുറച്ചൊക്കെ അതാണെങ്കിലും പ്രധാന പ്രശ്നം അതൊന്നുമില്ല. ഞങ്ങളൊരു 6-6:30 ഉമ്മനെ കൂട്ടാൻ അങ്ങോട്ട് ഇറങ്ങി. ഏർക്ക് ഉമ്മ ലാൻഡ് പോകുന്ന വൈക്ക് നൈറ്റ് ക്ലാസ്സിലായ ഒരു പഠിപ്പിച്ചിനെയും കൂടി കൂട്ടാണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള ഫ്രണ്ട്സ് ആണ്, നമ്മള് ഫാൻസ് ആണെന്നാ പറഞ്ഞു. ആര് പറഞ്ഞു? അല്ല ഞാൻ തന്നെ. അങ്ങനെ നമ്മള് പാപം പറപ്പിച്ച് വിട്ടോണ്ട് തന്നെ നമുക്ക് എത്തേണ്ട സമയത്തിനേക്കാട് ഒരു 10 മിനിറ്റ് മുന്നോട്ട് എത്താൻ പറ്റി. പക്ഷെ എത്തിയപ്പോഴാണ് നമ്മൾ കാര്യം കണ്ടത്. 4 പഞ്ചറായിരിക്കണം. പക്ഷെ മറിയ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു താഴത്ത് മാത്രമേ പഞ്ചറായില്ല, മോള് പഞ്ചറായില്ല, എന്നോട് നമുക്ക് തിരിച്ചിടാം. ഐഡിയ പറഞ്ഞിടത്തിന്റെ അഭിമാനത്തിലാണ് ആ തുള്ളിച്ചടി പോകുന്നത്. അത് നമ്മൾ ഇമ്മക്ക് ബൊക്കെ വാങ്ങാൻ മറന്നേക്കണോ? നിങ്ങളോട് പറയാൻ എന്താ വെച്ചാൽ നിങ്ങളെടുത്തുള്ളത് ഈ സൈസ് വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഷാർപ്പ് ടൈമിന് എത്താൻ നോക്കുക. ഒരു 5 വൈകിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നഷ്ടം, മാനഹാനി ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി പൊടിയോടി ഒന്ന് വർത്താൻ പറയാൻ തുടങ്ങണം. അപ്പൊ പിന്നെ ഉസാറായി. ഒരു വർഷത്തെ ഇത്രയും ജനങ്ങൾ നോക്കിയൊക്കെ മറിയന്റെ തൊലിക്കെട്ടി നിങ്ങൾ കാണണം. ചിക്കൻ ബനാന ഇനി നമ്മൾ ഗീവ് അവേ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റൂൾസോ കാര്യം ഒന്നുമില്ല. സാധനം കൈ കിട്ടിയ ഷൺഫോൾ അടിച്ച് പോകണ്ടെന്നാ മാത്രം മതി. അങ്ങനെ നമ്മൾ അമ്മച്ചേക്ക് പക്ഷെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച അത്ര സ്മൂത്ത് അല്ലേ. ഇമ്മക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറെ സമയം ഇരിക്കാനും നടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിലമ്മന്റെ കാലിന് എന്തൊരു പ്രശ്നം പറ്റിയിട്ട് നമുക്ക് തീരെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ. അപ്പൊ അമ്മ അവിടെ തൊട്ട് ഇവിടം വരെ ഹെൽപ്പ് ചെയ്തത് വരുമ്പോൾ പരിചയപ്പെട്ട മലപ്പുറത്ത് വാങ്ങാനുള്ള ഒരു മോനെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയ ലഗേജ് കിട്ടിയാലാണല്ലോ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയില്ല. അവിടെ എങ്ങനെ താങ്ക്സ് പറയേണ്ടത് ഒന്നും അറിയില്ല. കാരണം അത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട് ആ മോൻ അല്ലെങ്കിൽ അവിടെ എത്തൂല അതിനൊന്നുള്ളത്. അപ്പൊ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ എത്തുന്നവരെ അമ്മനെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. പഠിച്ചൊന്നും കൂടെ ഉണ്ടാട്ടെ. അപ്പൊ ബൈ.